ആലപ്പുഴ ജില്ലാ ടി.ബി യൂണിറ്റ്, ദക്ഷിണ റെയിൽവേ ആലപ്പുഴ, വനിത ശിശു ആശുപത്രി ആലപ്പുഴ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ ക്ഷയരോഗ 100 ദിന തീവ്രയജ്ഞ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നടത്തിയ പരിപാടി ജില്ലാ ടി.ബി ഓഫീസർ ഡോക്ടർ എം ഷാനി ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് എസ് കോളേജ് ഓഫ് നഴ്സിംഗ് ചേർത്തലയിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിഷയാധിഷ്ഠിത ഫ്ലാഷ് മോബ് ഏറെ ജനശ്രദ്ധ ആകർഷിച്ചു. റെയിൽവേ മെഡിക്കൽ ഹെൽത്ത് യൂണിറ്റിൽ വെച്ച് നടത്തിയ മെഡിക്കൽ ക്യാമ്പിന് വനിതാ ശിശു ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് PS ശ്യാമമോൾ, റെയിൽവേ ഡിവിഷണൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടോബിൻ കെ ഡൊമിനിക്, ഡോക്ടർ ആയിഷ എന്നിവർക്കൊപ്പം മിസ്റ്റ് ടീമിലെ ഡോക്ടർ അബ്ദുൽ കലാം എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ടി.ബി 100 ദിന തീവ്രയജ്ഞ പരിപാടിക്കൊപ്പം കുഷ്ഠരോഗ നിർണയ ക്യാമ്പയിനായ അശ്വമേധം 6.0, മലമ്പനി രോഗനിർണയ പരിപാടി എന്നിവയും സംയുക്തമായി സംഘടിപ്പിച്ചു. റെയിൽവേയിലെ വിവിധ ശ്രേണിയിലുള്ള ജീവനക്കാർ, അതിഥി തൊഴിലാളികൾ തുടങ്ങി 97 പേർ ക്യാമ്പിന്റെ ഉപയോക്താക്കളായി. ക്യാമ്പിലെ തുടർന്ന് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ മുഴുവൻ ഓട്ടോറിക്ഷകളിലും ടി.ബി 100 ദിന ക്യാമ്പയിൻ പോസ്റ്റർ ജില്ലാ ടി.ബി ഓഫീസറുടെ നേതൃത്വത്തിൽ പതിക്കുകയും ചെയ്തു. ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ S രശ്മി, S ജയകൃഷ്ണൻ, PHN S രാജമ്മ, JPHNമാരായ KM ലത, പ്രീത പ്രതാപ്, ടി.ബി യൂണിറ്റിലെ ശരണ്യ ലോറൻസ്, V സിന്ധു, മിസ് ടീമിനെ പ്രതിനിധീകരിച്ച് VM ആരതി, BS അഞ്ജന എന്നിവർ പ്രസംഗിച്ചു. നമ്മൾക്ക് ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു അസുഖത്തിന് ഇതുവരെ എയ്ഡ്സിന് പിന്നെ നമുക്ക് നിവൃത്തിയില്ല, ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്തതാണ്. പക്ഷെ സ്ഥിരമായിട്ട് മരുന്ന് കഴിച്ചാൽ ഡെത്ത് റേറ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. പക്ഷെ ടി.ബി എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് മാറ്റാവുന്ന ഒരു അസുഖത്തിന് നമുക്ക് ഡെത്ത് വരിക എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് 2024 നമുക്ക് 1228 ടി.ബി കേസിനും 130 ഡെത്തും ആലപ്പുഴ ജില്ലയിൽ വന്നു. 2023 24 117 ഡെത്തും 1162 ടി.ബി കേസും നമുക്ക് ആലപ്പുഴ ജില്ലയിൽ വന്നു. ഇപ്പൊ നമുക്ക് ഇതുവരെ നമ്മളൊരു 180 2 മാസം കൊണ്ട് നമ്മളിപ്പോ ഈ ജാനുവരി തൊട്ട് ഇപ്പൊ ഇതുവരെ ഫെബ്രുവരി അവസാനം വരെ നമ്മൾ ഏകദേശം ഈ ഒരു ക്യാമ്പ് തുടങ്ങിയതിന്റെ ഫലമായിട്ട് നമ്മളൊരു 200ഓളം ടി.ബി പേഷ്യന്റ് 2 മാസം കൊണ്ട് ആലപ്പുഴ ജില്ലയിൽ കണ്ടുപിടിച്ചു. നമ്മൾ ഈ ഡെത്ത് വരാനുള്ള മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലേറ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യുന്നത് കൊണ്ടും ആണ് ഏറ്റവും പ്രശ്നം വേണ്ടത്. തുടക്കത്തിൽ തന്നെ നമ്മൾ ഈ അസുഖം കണ്ടുപിടിച്ചാൽ നമുക്ക് എത്രയും വേഗം ചികിത്സിക്കാവുന്ന ഒരു അസുഖം കൊണ്ടാണ് നമുക്ക് കഴിഞ്ഞ വർഷം ആലപ്പുഴയിൽ 117 ജീവനുകൾ നഷ്ടപ്പെട്ടത്. നമ്മളാണ് ചെറിയ കുട്ടികൾ പോലും ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ അത്. 2 ചെറിയ കുട്ടികളാണ് സ്കൂൾ കൂടെ, ഒരു +1 വിദ്യാർത്ഥി, ഒരു 9ാം ക്ലാസ് വിദ്യാർത്ഥി ടി.ബി കാരണം കൊണ്ട് നമുക്ക് കഴിഞ്ഞ വർഷം മരണമടങ്ങിയ ഒരു അവസ്ഥ ഉണ്ടായി. കഴിഞ്ഞ വർഷം തന്നെ സ്കൂൾ കുട്ടികളിൽ നമുക്കൊരു 12 ടി.ബി കേസ് നമ്മൾ ഡയഗ്നോസ് ചെയ്തു. അതിലൊരു ആൺകുട്ടിയും 11 പെൺകുട്ടിയാണ്. അതിൽ 2 പേരാണ് മരിച്ചുപോയത്. ആ വീട്ടിലാകെ ഒരു മക്കള് ഉള്ള വീടുകളിലാണ് ഈ കുട്ടികൾ മരിച്ചത്. നമുക്ക് പണ്ടത്തെ കൂട്ട് 5 6 1 2 കുട്ടികളുള്ള ഒരു വീട്ടിൽ നിന്ന് ആ ഒരു കൊച്ചു മരിക്കുമ്പോൾ അവരുടെ അവസ്ഥ നമ്മൾ ആലോചിക്കണം. അതും നമുക്ക് നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ചികിത്സിക്കാവുന്ന ഒരു അസുഖം കാരണം കൊണ്ടാണ് നമ്മൾ ഡെത്തായത്. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഈ 100 ടി.ബി ക്യാമ്പയിൻ എല്ലാവർക്കും വരുന്നത്. ഇതിനകത്ത് നമ്മൾ ടി.ബി വരാൻ സാധ്യതയുള്ള ആൾക്കാരെയാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ടി.ബി വരാൻ സാധ്യതയുള്ള ആൾക്കാരെ കണക്കെടുത്തപ്പോൾ നമ്മുടെ ജില്ലയിൽ 5,88,000 പേര്, അതായത് നമ്മുടെ ആലപ്പുഴ ജനസംഖ്യയുടെ 27% പേര് ടി.ബി ബാധിക്കാനുള്ള വൾണറബിൾ ലിസ്റ്റിൽ പെട്ടതാണ്. അത് ഏതൊക്കെയാണ് ആ വൾണറബിൾ ലിസ്റ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. सुना तो भक्त के मन को राह दिखाता है, मैं भी खोया मुझे घर बुलाता है, है कहाँ है तू, है खुदा।